ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുളകിട്ട കറിയാണ്. അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വറ്റ മീനാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവ, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഒരു 3-4 പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2-3 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത്, പിന്നെ ഒരു തക്കാളി അരച്ചത്. ഞാനിവിടെ 5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് പിരിയൻ മുളക് പൊടിയാണ്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നീട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലേക്ക് ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർത്താലും മതി. ഇനി സ്റ്റൗ ഓണാക്കി നമ്മൾ മീൻ വെക്കുന്ന ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ തെളിയുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് കുടംപുളി നേരത്തെ കഴുകി കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്ത് വെച്ച് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എണ്ണ തെളിയത്തക്ക രീതിയിൽ വറ്റിച്ചെടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചൂടുവെള്ളമാണ് ഇവിടെ ചേർക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ചേർത്തിട്ടില്ലെങ്കിൽ അത് ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ മൂടി തുറന്ന് നോക്കുക. ചാറൊക്കെ കുറുകി കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം.